ഹലോ എവ്രി വൺ. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്നത് വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ, സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ് പറയാറ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എന്താണ് ബിഹേവിയർ അല്ലെങ്കിൽ എന്താണ് വ്യവഹാരം എന്നുള്ളത്. ഇവിടെ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ വ്യവഹാരങ്ങൾ മാത്രമല്ല, മറിച്ച് മറ്റ് ആനിമൽസിൻ്റെയും മൃഗങ്ങളുടെയും വ്യവഹാരങ്ങളെയും നമ്മൾ സൈക്കോളജിയുടെ പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും, അത് കോഗ്നിറ്റീവ് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഇതെല്ലാം ബിഹേവിയർ എന്ന ഒരു അംബ്രല ടേമിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നടക്കുക, ഇരിക്കുക, അല്ലെങ്കിൽ സ്വിം ചെയ്യുക, ഡാൻസ് ചെയ്യുക, ഇതെല്ലാം മോട്ടോർ ആക്ടിവിറ്റീസാണ്, അല്ലേ? ചലനങ്ങളുള്ള കാര്യങ്ങളാണ്, ചലനാത്മകമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ബിഹേവിയറിൻ്റെ താഴെ വരുന്നതാണ്. അതോടൊപ്പം ഇതല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അനാലിസിസ്, റീസണിങ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്, ബിഹേവിയർ എന്ന ടേമിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഇമോഷൻസ്, നമുക്ക് സന്തോഷം തോന്നാം, സങ്കടം തോന്നാം, ദേഷ്യം തോന്നാം, ഇതും ഇതിൻ്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. ബിഹേവിയർ എന്ന ഒരു ഹെഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത്, അതോടൊപ്പം തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ളതും സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ബിഹേവിയർ എന്ന ഒരു ടേമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫ് ആക്ടിവിറ്റീസാണ്. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസിനെയും പ്രവർത്തനങ്ങളെയും നമുക്ക് ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം എന്നതിൽ ഉൾപ്പെടുത്താവുന്നതാണ്.